വാസ്തവത്തിൽ പ്രകൃതിയിലും കാലാവസ്ഥയിലുമുള്ള ടെക്ടോണിക് മാറ്റങ്ങൾ കാരണം ഒരു വനം വാടി ഇലയായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാടുകൾ, കായലുകൾ, കുളങ്ങൾ എന്നിവയാൽ നിറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പ്രകൃതിയുടെ ഈ സമ്മാനങ്ങളെല്ലാം പതുക്കെ ഓർമ്മയിലേക്ക് മാഞ്ഞു പോകുന്നു. വനങ്ങളെയും ജലാശയങ്ങളെയും സംരക്ഷിക്കാൻ എല്ലാവരും ഒന്നോ രണ്ടോ ചിന്തകൾ മാത്രം അവശേഷിപ്പിച്ചെങ്കിലും പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വളരെ കുറച്ചുപേർ മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ. എന്നാൽ കേരളത്തിൽ ഈ ലക്ഷ്യം ആത്മാർത്ഥമായി ഏറ്റെടുത്തിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതിശയകരമെന്ന് പറയട്ടെ, ഈ സ്ഥലം സംസ്ഥാനത്തെ ഏറ്റവും ചൂടേറിയ ജില്ലയായ പാലക്കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള വേലന്താവളം എന്ന ഗ്രാമം ഒരു കാടിൻ്റെ ഉടമയാണ്. ഈ കാട് വെറുമൊരു കൂട്ടം മരങ്ങളല്ല. അഹല്യ ഹെറിറ്റേജ് വില്ലേജ് എന്ന ഈ ചെറിയ ഗ്രാമത്തിൽ ഔഷധ സസ്യങ്ങൾ, നെൽവയലുകൾ, തോട്ടങ്ങൾ, കുളങ്ങൾ, ശില്പങ്ങൾ എന്നിവയുണ്ട്. അഹല്യ ഗ്രൂപ്പിൽ നിന്നുള്ള ഈ വാസസ്ഥലം സമൂഹത്തിനും പ്രകൃതിക്കും നല്ല സൂചന നൽകും. ഇവിടെ കാണുന്ന ഓരോ സാധനങ്ങളും എല്ലാം പണ്ടുകാലങ്ങളിൽ ആളുകൾ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഇത് പഴയതാ, നമുക്കിത് വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പല സാധനങ്ങളും അതിൻ്റെ വില മനസ്സിലാക്കി അത് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പഴയ വീടുകളിലെല്ലാം കണ്ടുവരുന്ന സാധനങ്ങളാണ് ഇവയെല്ലാം. പഴമ ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിൻ്റെ പിറകെയെല്ലാം പോകാറുണ്ട്. മലയാളികളുടെ സ്വന്തമായ പഴമയുടെ പ്രതീകമായ ഈ കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വരാറുണ്ട്. പഴയതെല്ലാം നശിപ്പിക്കേണ്ടതല്ല, അത് സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. പഴയ കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ടേപ്പ് റെക്കോർഡറും ഹാർമോണിയവും കുറേ പഴയ കളിപ്പാട്ടങ്ങളും പാത്രങ്ങളെല്ലാം കാണാൻ കഴിയും. ഇവിടെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്താലും അതിന് പിന്നിലൊരു കഥ പറയാനുണ്ടാകും. പഴയ തറവാടുകൾ നോക്കാതെ നശിപ്പിച്ച് കളയാനല്ല, ഈ തറവാടുകൾക്കുള്ളിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ ഒളിഞ്ഞുകിടപ്പുണ്ട്, നമ്മൾ പോലും അറിയാത്ത അവസരങ്ങൾ. അതിനൊരു ഉദാഹരണമാണ് ഈ കാണുന്ന അഹല്യ ഹെറിറ്റേജ് വില്ലേജ്. തനതായ കേരളത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പാലക്കാട്ടേക്ക് വരണമെന്ന് പല പ്രശസ്തരായ ആളുകളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ പഴയ ജീവിത രീതികളും അന്നത്തെ കാഴ്ചകളുമെല്ലാം പാലക്കാട് കാണാൻ കഴിയും. അടുത്തു നിന്നായാലും ദൂരെ നിന്നായാലും ഇവിടുത്തെ മനോഹാരിതയ്ക്ക് ഒരു കുറവുമില്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് പതിഞ്ഞ ചില ചിത്രങ്ങൾ കാണും. എന്നെ ആകർഷിച്ചത് വേറൊരു കാര്യമാണ്. ചുമരിൽ വരച്ച ഈ ചിത്രങ്ങളായിരുന്നു. നമ്മുടെ തനതായ പാരമ്പര്യം, ആചാരാനുഷ്ഠാനങ്ങളെയും മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്ന ആശയത്തോടുകൂടി തുടങ്ങിയ ഒരു സ്ഥലമാണിത്. സംസ്കാരത്തെയും പരമ്പരാഗത കലാരൂപങ്ങളെയും പ്രദർശിപ്പിക്കുന്ന ഒരു വേദിയായ പൈതൃക ഗ്രാമം പ്രാധാന്യം നേടുന്നു. ഈ ഗ്രാമത്തിൻ്റെ കവാടങ്ങളിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കും ഇതൊരു ദൃശ്യവിരുന്നാണ്. സൗകര്യത്തിൻ്റെ അതിർത്തി ചുവരുകളിലെ അതിമനോഹരമായ കൊത്തുപണികൾ സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ ശില്പപാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. പ്രകൃതിക്ക് മുൻഗണന നൽകുന്ന കേരളത്തിൽ അത്തരം സ്ഥലങ്ങൾ കണ്ടെത്തുക പ്രയാസമാണ്. സന്ദർശകർക്കായി ഒരുപാട് കാര്യങ്ങൾ കരുതി വച്ചിരിക്കുന്ന ഈ വനം പാലക്കാട് ടൗണിൽ നിന്ന് 24 കിലോമീറ്റർ അകലെ കഞ്ചിക്കോടിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കലയും പുരാതന കലാരൂപങ്ങളെയും ഇഷ്ടപ്പെടുന്നവർ ഈ സ്ഥലവും ഇഷ്ടപ്പെടും. വേഗത്തിൽ അപ്രതീക്ഷിതമാകുന്ന കലാരൂപങ്ങളെ സംരക്ഷിക്കുന്നതിനായി പൈതൃക ഗ്രാമത്തിൽ ഒരു കൂത്തമ്പലമുണ്ട്. കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുന്ന കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ കലാരൂപങ്ങൾ സന്ദർശകർക്ക് ആസ്വദിക്കാം. പൈതൃക ഗ്രാമത്തിലേക്ക് 100 രൂപയാണ് പ്രവേശന ഫീസ്. പ്രകൃതിയെ അടുത്തറിയാനും പഴയ കാലഘട്ടത്തിലേക്ക് എത്തിനോക്കാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ ഗ്രാമം തീർച്ചയായും കാണേണ്ട സ്ഥലമാണ്. പഴമ നിലനിർത്തിക്കൊണ്ടുള്ള കുറേ കാഴ്ചകൾ ഇവിടെയുണ്ട്. പാലക്കാട് എന്ന സ്ഥലം ഒരു കലവറയാണ്. നെല്ലറയുടെ കലവറ മാത്രമല്ല, വിവിധതരം കലാരൂപങ്ങളും പല പല രീതിയിലുള്ള ആളുകളും അവരുടെ ഭക്ഷണശൈലികളും അവരുടെ ജീവിത രീതികളും ഇതെല്ലാം കൊണ്ട് നിറഞ്ഞൊരു കലവറ. പഴമയും പാലക്കാടിൻ്റെ പാരമ്പര്യത്തെയും ലോകത്തിന് മുന്നിലെത്തിക്കുക എന്ന നല്ലൊരു ഉദ്ദേശം ഇവർക്കുണ്ട്. വിവിധതരം പെയിൻറ്റിങ്സ് അടങ്ങിയ ഒരു ഗാലറിയും നമുക്കിവിടെ കാണാൻ കഴിയും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇതെല്ലാം ഇവിടെ ഭംഗിയായി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയാണ്. ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് ഈ പെയിൻറ്റിങ്സ് കാണുമ്പോഴുണ്ടാവുന്ന സന്തോഷം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇവിടെ പല പ്രശസ്തരായ ആളുകളുടെയും കൊത്തുപണി കഴിഞ്ഞ ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ അപ്രതീക്ഷിതമായി വന്ന സ്ഥലമായത്. ഇതുപോലുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ പെട്ടെന്നൊന്നും തിരിച്ചു പോവില്ല. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നല്ല കാഴ്ചകൾ കാണുമ്പോൾ കൺ തുറന്ന് നമ്മൾ കാണാറുണ്ട്. പ്രകൃതിയിലൂടെ ഒഴുകിയെത്തുന്ന സംഗീതം കാതോർത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ഇതൊക്കെ സംരക്ഷിച്ചാലേ ഇനിയുള്ള തലമുറകൾക്ക് വരും കാലങ്ങളിൽ ഇതൊക്കെ അനുഭവിക്കാൻ പറ്റൂ. മനോഹരമായ സ്ഥലത്തിൻ്റെ പല കോണിലെ കാഴ്ചകൾ കാണുമ്പോൾ കണ്ണെടുക്കാൻ തോന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇതുപോലുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് കരുതിയില്ല. പുതുമയെ തേടിപ്പോകുമ്പോൾ പലരും ഓർക്കാത്തൊരു കാര്യമുണ്ട്. കാലം കഴിയും തോറും പഴമ നമ്മളെ പിടികൂടും എന്നുള്ള കാര്യം. ഇടയ്ക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്.
ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കും. അതോടുകൂടി തന്നെ ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, എത്രത്തോളം നമ്മൾ മാറിയിട്ടുണ്ടെന്ന കാര്യം. കുറേ നല്ല ഓർമ്മകളാണ് ആ സ്ഥലത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. എന്തും നശിപ്പിക്കാൻ എളുപ്പ, നിലനിർത്തി കൊണ്ടുപോവാനാ ബുദ്ധിമുട്ട്.